ഇപ്പൊ രാജസ്ഥാൻ റോയൽസ് ഒരു വലിയ പേരിനെ കൊടുത്തിട്ട് തിരിച്ചൊരു വലിയ പേരിനെ എടുത്തു അല്ലെ. അവരുടെ ആദ്യത്തെ കളി വരുന്നത് CSK ആയിട്ടാണ്. അപ്പൊ പ്യുവർ രാജസ്ഥാൻ റോയൽ ഫാൻസ് അവര് ആ CSK ആയിട്ടുള്ള മാച്ച് എങ്ങനെങ്കിലും ജയിച്ചേ പറ്റൂ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. കാര്യം സഞ്ജു സാംസൺ അവരെ വിട്ടിട്ട് CSKയിലോട്ട്, CSK തോപ്പിക്കണം. ഇനി തിരിച്ചു കുറെ സഞ്ജു ഫാൻസ് രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള കളി എങ്ങനെങ്കിലും ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ. ഇനി ഇതിലെന്നും പെടാത്ത കുറെ രവീന്ദ്ര ജഡേജ ഫാൻസ് ഉണ്ട്. അവർക്ക് അത് ഏത് പക്ഷത്ത് അവർ നിൽക്കും എന്ന് അറിയത്തില്ല സത്യത്തിൽ. അപ്പം ഇതൊരു മുംബൈ CSK റൈവൽറി പോലെ തന്നെ ഒരു റൈവൽറി ആകാനുള്ള സാധ്യത വരും കാലങ്ങളിൽ ഉണ്ട് ഇതിന്. അപ്പോ ഇപ്പം സ്ക്വാഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം അവരുടെ പുതിയ ക്യാപ്റ്റൻ റിയാൻ പരാഗ്. അപ്പൊ റിയാൻ പരാഗ് പിന്നെ ആസാമിന് വേണ്ടി അത്യാവശ്യം തിരക്കിട്ടുള്ള ക്യാപ്റ്റൻസി ഒക്കെ കാണിച്ചു. അപ്പം അതിന്റെ പേരിൽ നിന്നാണ് മാനേജ്മെന്റ് അവരുടെ ആ ഒരു കോൺഫിഡൻസ് പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. അപ്പം അത് വെച്ച് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏതൊരു IPL ടീമിനും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവരുടെ 4 ഫോറിൻ പ്ലേയേഴ്സിനെ അവർക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എടുക്കുമ്പോഴത്തേക്ക് പാറ്റ് കമ്മിൻസിനെ അവര് കളിപ്പിച്ചാൽ പറ്റും, ഈസ് എ ക്യാപ്റ്റൻ. അപ്പം പാറ്റ് കമ്മിൻസ് കഴിഞ്ഞിട്ട് ബാക്കി 3 ആര് എന്നുള്ളതാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷെ അതല്ലാതെ ഈ രാജസ്ഥാൻ റോയൽസിനെ പോലുള്ള ടീംസിന് 4 ഫോറിൻ പ്ലേയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതുകൊണ്ട്. അതുപോലെ രവീന്ദ്ര ജഡേജയുടെയും സാം കറിന്റെ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കുന്നുണ്ട്, ഫിനിഷിംഗിൽ കുറച്ചുകൂടെ പവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹെറ്റ്മേറിന്റെ കൂട്ടത്തിൽ സാം കറിനും ജഡേജയും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒരു 5-6-7 എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ട്രോങ് ആവും. പിന്നെ കഴിഞ്ഞ തവണ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്കുള്ള ഒരു പ്രശ്നം ഇപ്പം പിന്നെ യുസ്വേന്ദ്ര ചഹലും രവിചന്ദ്രൻ അശ്വിനും വിട്ടുപോയപ്പം അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിൻ ഡുവോ ഇല്ലായിരുന്നു, ഒരു പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സ്പിൻ ഡുവോ ഇല്ലായിരുന്നു. അത് അവർ ഈ പ്രാവശ്യം സോൾവ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ജഡേജയെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൂട്ടത്തിൽ രവി ബിഷ്ണോയ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാക്കപ്പ് സ്പിന്നർ എന്നുള്ള രീതിയിൽ നമ്മുടെ മലയാളി പിന്നെ വിഘ്നേഷ് പുത്തൂർ ഉണ്ട്. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അവരൊരു ഒരു ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എടുത്തിട്ടുണ്ട്, ഡൊനോവൻ ഫെറേറ എന്ന് പറയുന്നത്. പുള്ളി എന്ന് പറയുന്നത് പിന്നെ ജോഹന്നസ്ബർഗ് സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചായിരുന്നു. നല്ല സ്ട്രോങ് ഹിറ്ററാണ്, നല്ല വിക്കറ്റ് കീപ്പറുമാണ്. അപ്പം അതൊക്കെ അവർക്ക് ഈ സ്ക്വാഡിൽ അവർക്ക് കിട്ടിയ പോസിറ്റീവ്സ് ആണ്. പിന്നെ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരുപാട് പിന്നെ പ്രത്യേകിച്ചും ഫോറിൻ ഫാസ്റ്റ് ബോളേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോഫ്ര ആർച്ചർ, പിന്നെ ക്വെന മഫാക്ക, പിന്നെ ആൻഡ്രേ ഡർഗർ, ഇങ്ങനെയുള്ള കുറെ പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് പിന്നെ പ്രോമിസിങ് ആയിട്ടുള്ള കുറച്ച് ഫാസ്റ്റ് ബോളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം അത് സ്ട്രോങ് ആണ്, അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആണ്. ഈ ഇത്രയും ഫോറിൻ പ്ലേയേഴ്സിൽ നിന്ന് 2 പ്ലേയേഴ്സ് മോസ്റ്റ് പോസിബിളി ജോഫ്ര ആർച്ചറും പിന്നെ നാൻഡ്രെ ബർഗറും കളിക്കും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ എത്രയും സ്ട്രോങ് ആയിട്ട് പിന്നെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഓപ്ഷനിൽ, ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഓപ്ഷനിൽ അത്രയും പ്രത്യേകം ശ്രദ്ധിച്ചു. ആർആറിനെ സംബന്ധിച്ചുള്ള അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ടോപ്പ് 5 തന്നെയാണ്. ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് 5 തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. അവരുടെ വീക്ക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ടോപ്പ്, നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് പറഞ്ഞു അവരുടെ ടോപ്പ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ആണ് അവരുടെ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഈ ടോപ്പ് ഓർഡർ കളിച്ചാലേ അവർക്ക് ഈ ടൂർണമെന്റിലെ പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അത് ഒരു ആഡഡ് പ്രഷറാണ് അവരുടെ ടോപ്പ് ഓർഡറിൽ. അപ്പൊ അതൊരു വീക്ക്നെസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ, ഒരു ത്രെറ്റ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് അവർക്ക് സ്പിന്നേഴ്സിന് ഡുവോ ഉണ്ട്. നമ്മൾ പറഞ്ഞു രവീന്ദ്ര ജഡേജ, രവി ബിഷ്ണോയ് എന്ന് പറഞ്ഞ ഒരു സ്പിൻ ബോളേഴ്സിന്റെ ഡുവോ അവർക്കുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കെങ്കിലും ഒരു ഇഞ്ചറി വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺഫോർസീൻ സിറ്റുവേഷൻ വരികയാണെങ്കിൽ പിന്നെ ആര്, അതിനാവശ്യമായിട്ടുള്ള ബാക്കപ്പ് സ്പിന്നേഴ്സ് അവരുടെ സ്ക്വാഡില് ഇല്ല. പിന്നെ ഒരു യങ് ടീമാണ്, ഒരു യങ് ക്യാപ്റ്റനാണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റനാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ റിയാൻ പരാഗ് ക്യാപ്റ്റൻസി ചെയ്തിട്ടുണ്ട് സഞ്ജുവിന്റെ അഭാവത്തിൽ. അത് 4-5 മാച്ചസ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ട് സഞ്ജു ടേക്ക് ഓവർ ചെയ്യാനും ചെയ്തത്. അപ്പൊ ഒരു താരതമ്യേന യങ് ക്യാപ്റ്റനാണ്. പിന്നെ രാജസ്ഥാൻ റോയൽസിന്റെ
കാര്യം നമുക്കറിയാം. അണ്ടർഡോഗ്സ് ആയിട്ട് അവരെ എഴുതുമ്പോഴാണ് അവർ കപ്പടിച്ചിട്ടുള്ളത്, അല്ലെ എഴുതിയപ്പോഴാണ് കപ്പടിച്ചിട്ടുള്ളത്, അല്ലെ. അപ്പൊ ഒരു പ്രോബബിൾ ലെവൻ വരാൻ സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ളവർ, ഒരു പോസിബിൾ ലെവൻ നമുക്ക് നോക്കാം. യശസ്വി ജയ്സ്വാൾ ഓപ്പൺ ചെയ്യും അലോങ് വിത്ത് വൈഭവ് സൂര്യവംശി. അപ്പൊ അതിനകത്ത് തർക്കമൊന്നും വരത്തില്ല. റിയാൻ പറാഗ്, പിന്നെ ധ്രുവ് ജുറൈൽ. ധ്രുവ് ജുറൈൽ ഞാൻ നമ്മുടെ ഫോറിൽ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി സ്പിന്നിനെ നല്ല രീതിയിൽ കളിക്കും. പിന്നെ ഒരു ബിസി പ്ലെയർ ആണ്, എപ്പോഴും സ്കോർ ബോർഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. ബോൾ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ധ്രുവ് ജുറൈൽ നമ്പർ ഫോറിൽ ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഐഡിയൽ പൊസിഷൻ ആയിരിക്കും. പിന്നെ ഷിമ്രൻ ഹെറ്റ്മർ. ഷിമ്രൻ ഹെറ്റ്മറിനെ നമ്മൾ നേരത്തെ ഇറക്കി വിട്ടാൽ പുള്ളിയെ കൊണ്ടൊരു 12-13 ഓവേഴ്സിന് ശേഷം പുള്ളിയുടെ ആവശ്യം വരും ടീമിന്. അപ്പം ബെറ്റർ ഹെറ്റ്മർ ആ നമ്പർ 5 പൊസിഷൻ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഫോളോഡ് ബൈ സാം കറൻ. സാം കറൻ പിന്നെ അവിടെ ഒരു ക്ലാഷ് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ഡൊണോവൻ ഫെറേറ ആയിട്ടായിരിക്കും. സി, ഡൊണോവൻ ഫെറേറ പിന്നെ നല്ല ടച്ചിലാണ്, നല്ല ടച്ചിൽ നിൽക്കുന്ന ഇൻഫോം പ്ലെയർ ആണ്. സാം കറിനെ കളി ക്ലീൻ ഹിറ്റർ ആണ്. പക്ഷെ സാം കറൻ എന്താന്ന് വെച്ചാൽ അഡീഷണൽ ബോളിംഗ് ഓപ്ഷൻ ആയിരിക്കും റിയാൻ പറാഗിന് കൊടുക്കുന്നത്. അപ്പം സാം കറൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് കളിയിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ഡൊണോവൻ ഫെറേറ പിന്നെ ഇടാം. പിന്നെ അതുപോലെ ഫോളോഡ് ബൈ രവീന്ദ്ര ജഡേജ. രവീന്ദ്ര ജഡേജയെ കുറിച്ച് ചിലപ്പം പല പ്രോബബിൾസ് നിങ്ങൾ 4-ലും 5-ലും ഒക്കെ അങ്ങനെ ഒരു ഇതിൽ കാണും. പക്ഷെ രവീന്ദ്ര ജഡേജ CSKക്ക് വേണ്ടി നോക്കിയാൽ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 6, 7, 8 ഈ ഒരു പൊസിഷൻസിൽ വരുമ്പോഴാണ് പുള്ളി ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരുപാട് കളി CSKക്ക് വേണ്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെ. അപ്പം ഒരു നല്ല ഫിനിഷറാണ്, ഡെസിഗ്നേറ്റഡ് ഫിനിഷർ ആയിരുന്നു CSKക്ക് വേണ്ടിയിട്ട് രവീന്ദ്ര ജഡേജ എന്ന് പറയുന്നത്. സോ ലെറ്റ് ഹിം ഡു വാട്ട് ഹി ഡസ് ബെസ്റ്റ്, അതായിരിക്കും നല്ലത്. അപ്പം നമ്പർ 7-ല് ജഡേജ, പിന്നെ ഫോളോഡ് ബൈ ജോഫ്ര ആർച്ചർ. ജോഫ്ര ആർച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹി ക്യാൻ ബാറ്റ്, ചെറിയ ചെറിയ ഹിറ്റ്സ് അടിക്കാൻ പറ്റും, പിഞ്ച് ഹിറ്റർ മോഡലാണ് ജോഫ്ര ആർച്ചർ. ഫോളോഡ് ബൈ നാൻഡ്രെ ബർഗർ, തുഷാർ ദേശ്പാണ്ഡെ, സന്ദീപ് ശർമ്മ. സന്ദീപ് ശർമ്മയുടെ ഫിനിഷിംഗ് സ്കിൽസ്, അല്ലെ ഡെത്ത് ഓവർ സ്കിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 സീസണിൽ കാണുന്നതാണ്, അല്ലെ. ഈവൻ ദ ഗ്രേറ്റ് MS ധോണിയെ വരെ പുള്ളി 20th ഓവറിൽ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് പിന്നെ സന്ദീപ് ശർമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ ലെവലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വരും ദിവസങ്ങളിൽ അടുത്ത ടീംസിന്റെ എല്ലാം പിന്നെ റിവ്യൂസ് ഇടുന്നതാണ്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.